ഹലോ ഡിയേഴ്സ്, ഇൻട്രോ ഒന്നുമില്ലാണ്ട് ഡയറക്റ്റ് വിഷയത്തിലേക്ക് പോകാം. നിങ്ങളുടെ മക്കളെ എങ്ങനെ ഡോക്ടറാക്കാം? ഡോക്ടറാക്കുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഡോക്ടറാക്കുമ്പോൾ അതിന് എത്ര ഫീസ് വരും, എവിടെയാണ് പഠിക്കേണ്ടത്, ഗവൺമെൻറ് ഫീസ് എത്ര, പ്രൈവറ്റ് ഫീസ് എത്ര, 10th ഏതൊക്കെ വിഷയത്തിൽ മാർക്ക് വാങ്ങിക്കണം, +2 എത്ര മാർക്ക് വാങ്ങിക്കണം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോസിലുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. MBBS, BAMS, BHMS, BDS. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. MBBS എന്നുള്ളത് ബാച്ചുലർ ഓഫ് മെഡിസിൻ, ബാച്ചുലർ ഓഫ് സർജറി. ഒരു ഡോക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് MBBS എന്നുള്ളത്. രണ്ടാമത്തതായിട്ടുള്ളത് BDS, ബാച്ചുലർ ഓഫ് ഡെന്റൽ സർജറി. പല്ല് ഡോക്ടർ ആവലാണ് ഈ BDS പഠിക്കുമ്പോൾ കിട്ടുക. നെക്സ്റ്റ് BAMS, ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. പേര് കേൾക്കുന്ന പോലെ തന്നെ ആയുർവേദിക് ഡോക്ടറാണ് ഈ കോഴ്സ് പഠിച്ചാൽ നമ്മളാവുക. നെക്സ്റ്റ് BHMS, ബാച്ചുലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറി. ഹോമിയോ ഡോക്ടർ, നമ്മളുടെ ആ മരുന്ന്, മധുരമുള്ള മരുന്ന് കൊടുക്കണ ആ ഡോക്ടറാണ് ഹോമിയോ ഡോക്ടർ. നമുക്കൊക്കെ അറിയാലോ. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ളത് പറയാം. ഇതിൽ ഞാൻ 5ാമതായിട്ട് യുനാനി കൂടി ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് BUMS, ബാച്ചുലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി. നമ്മളുടെ യുനാനി ചികിത്സ കൂടി ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 5 തരം കോഴ്സുകളുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ, നമ്മൾ എത്ര കാലയളവ് വേണം? +2 ശേഷം ടോട്ടലായിട്ട് 4.5 മുതൽ 5.5 വർഷം വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. ഈ കാലയളവിൽ നമുക്കൊരു വിദ്യാർത്ഥിയെ ഡോക്ടറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ അഡ്മിഷൻ ലഭിക്കും? നമുക്ക് ഈ അഡ്മിഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? +2 ശേഷം നീറ്റ് എക്സാം എഴുതുകയാണ് ചെയ്യേണ്ടത്. +2 എടുത്തതിന് ശേഷം നമ്മൾ നീറ്റ് എക്സാം എഴുതുക, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നീറ്റ് എഴുതാൻ വേണ്ട യോഗ്യതകൾ +2 സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അത് കഴിഞ്ഞിരിക്കണം. +2 നമ്മൾ സയൻസാണ് എടുക്കേണ്ടത്. SC-ക്കാർക്കും ST-ക്കാർക്കൊക്കെ 40 to 50% മാർക്ക് മതി. ഓക്കെ, +2. അങ്ങനെ നീറ്റ് എക്സാം എഴുതിയിട്ട് ആ നീറ്റ് എക്സാമിൻ്റെ ടൈം വരുന്നത് ഇയറിൽ ജൂൺ മാസത്തിലാണ് വരിക. എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് അതിൻ്റെ സമയം. കഴിഞ്ഞ വർഷം 20 ലക്ഷം പേരാണ് നീറ്റ് എഴുതിയത്. അതിൽ സീറ്റ് ലഭിച്ചത് വെറും 90,000 പേർക്കാണ്. നന്നായി പഠിച്ചിട്ട് വേണം നമ്മൾ ഈ നീറ്റ് എക്സാം എഴുതാൻ. അതിന് കോച്ചിങ് സെൻ്ററുകളൊക്കെ അവൈലബിൾ ആണ്. ഒരു പ്രോ ടിപ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. 10ാം ക്ലാസ് പരീക്ഷയിൽ സയൻസ് വിഷയങ്ങളിൽ അതുപോലെ മാത്സിൽ നല്ല മാർക്ക് വാങ്ങിക്കുക, +2 നല്ല മാർക്ക് നേടുക, നീറ്റ് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അങ്ങനെ ഇത് ശ്രദ്ധിച്ചാൽ, നല്ല മാർക്ക് സ്കോർ ചെയ്താൽ വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങളുടെ കുട്ടികളെ ഡോക്ടറാക്കി എടുക്കാൻ പറ്റും. ഈ 4.5 to 5.5 കൊല്ലത്തിന് ഗവൺമെൻറ് ഫീസ് വരുന്നത് 20,000 മുതൽ 2 ലക്ഷം വരെ. ചെറിയ ഫീസാണ് വരുന്നത്. എന്നാൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ പഠിക്കണമെങ്കിൽ 10 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഫീസ്. ഇനി അബ്രോഡായിട്ട് നമ്മൾ റഷ്യ, ഉക്രൈൻ, ചൈന, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാവുമ്പോൾ 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് ഫീസ് വരുന്നത്. ഗവൺമെൻറ് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മാക്സിമം ഗവൺമെൻറ് സീറ്റ് ലഭിക്കാൻ ശ്രമിക്കുക. അത് കിട്ടിയാൽ ചെറിയൊരു ഫീസ് കൊടുത്താൽ മതി. അതിനുവേണ്ടി നീറ്റ് എക്സാമിൽ ഉന്നത മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുക. ഡോക്ടർമാർക്കുള്ള ജോലി സാധ്യതകൾ ധാരാളമുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് അതിൻ്റെ സാലറി നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 70,000 മുതൽ 1.5 ലക്ഷം വരെ സാലറി കിട്ടും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 50,000 മുതൽ 2 ലക്ഷം വരെ സാലറി കിട്ടും. ഇതൊക്കെ ഞാൻ ഇന്ത്യയിലാണ് പറയുന്നത്. ഫോറിൻ കൺട്രീസിലാണെങ്കിൽ 5 ലക്ഷം വരെയൊക്കെ അതിലും കൂടിയ സാലറികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടുകയാണെങ്കിൽ
അതിൻ്റെ പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് ആണ്. എത്രയും ആവാം, എത്രയും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ജേണി ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് അതിൻ്റെ ട്രാക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടില്ല. ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ആവുന്നത് പോലെ ഈ പാവപ്പെട്ട നമ്മളുടെ മക്കളിനെ നമുക്കൊരു ഡോക്ടറാക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മക്കൾക്ക് മികച്ച ഒരു കരിയർ തിരഞ്ഞെടുക്കാനും ഉന്നത ജോലി നേടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching me.